നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. കൊല്ലൂർ മൂകാംബികാ ദേവിയുടെ അനുഗ്രഹം ഏവർക്കും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കുകയാണ്. കൊല്ലൂർ മൂകാംബികാ ക്ഷേത്രത്തെക്കുറിച്ച് അറിയാത്തവരായി, അല്ലെങ്കിൽ പോകാത്തവരായി, അല്ലെങ്കിൽ ആ അമ്മയെ കാണാൻ കൊതിക്കാത്തവരായി, കൊതിച്ച് അവിടെ ദർശനത്തിന് എത്താത്തവരായി തന്നെ ആരും ഉണ്ടാകുകയില്ല. കൊല്ലൂരിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം വിദ്യാരംഭ ചടങ്ങുകൾക്ക് വളരെ പേരുകേട്ട ക്ഷേത്രമാണ്. അകല ദിക്കുകളിൽ നിന്ന് പോലുമാണ് ആദിപരാശക്തിയായ അമ്മയെ കാണാനായി ദശലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഭക്തജനങ്ങൾ ഒഴുകിയെത്തുന്നത്. മഹാകാളി, ലക്ഷ്മി, സരസ്വതി എന്നിവർ ചേർന്ന ശക്തിയാണ് മൂകാംബിക അമ്മ, മൂകാംബിക ദേവി. ചില പ്രത്യേക നാളുകാർ ഈ ക്ഷേത്രത്തിൽ, അതായത് ഈ വർഷം 2024 ഈ വർഷം ചില പ്രത്യേക നക്ഷത്രക്കാർ അമ്മയുടെ സന്നിധിയിൽ, അമ്മയുടെ തിരുനടയിൽ ചെന്നാൽ അമ്മ വളരെ കനിവോടുകൂടി അവരുടെ ആഗ്രഹങ്ങൾ സഫലീകരിച്ചു നൽകും. അങ്ങനെയുള്ള ചില നക്ഷത്രക്കാർ ആരൊക്കെയാണ്? അതായത് നിങ്ങൾ ചെന്നാൽ അമ്മ നിങ്ങളെ കാത്തിരിക്കുകയാണ് ഈ വർഷം. ചില നക്ഷത്രക്കാർ, ആ നക്ഷത്രക്കാർ അമ്മയുടെ എല്ലാ നക്ഷത്രക്കാരും അമ്മയ്ക്ക് ഒരുപോലെ തന്നെയാണ്. അമ്മയ്ക്ക് എല്ലാവരും അമ്മയ്ക്ക് സ്വന്തം മക്കളാണ്. എങ്കിൽ പോലും ചില നക്ഷത്രക്കാർ ഈ വർഷം അമ്മയുടെ സന്നിധിയിൽ ചെന്ന് അമ്മയോട് കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ നടക്കാത്തതായി ഒന്നും ഉണ്ടാകുകയില്ല. മുന്നോട്ടുള്ള ജീവിതത്തിൽ അമ്മ എല്ലാ ഭാഗ്യങ്ങളും നൽകുന്നതായിരിക്കും. കൊല്ലൂർ ശ്രീ മൂകാംബിക അമ്മയുടെ തിരുസന്നിധിയിൽ അമ്മ കാത്തിരിക്കുന്ന, ഈ വർഷം ദർശനം നടത്താൻ അമ്മ ദർശനം തരാനായി കാത്തിരിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുഗ്രഹം തരാനായി അമ്മ പൂർണ്ണ പ്രഭയോടുകൂടി നിറഞ്ഞിരിക്കുന്ന ഈ വർഷം ചില നക്ഷത്രക്കാരെ അമ്മ വളരെ ഏറെ കാത്തിരിക്കുന്നുണ്ട്. ആ നക്ഷത്രക്കാർ ആരൊക്കെ എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ നക്ഷത്രം തന്നെ പൂരുരുട്ടാതിയാണ്. ആദ്യ നക്ഷത്രം പൂരുരുട്ടാതിയാണ്. അമ്മയുടെ അനുഗ്രഹത്താൽ പേരും പ്രശസ്തിയും കൈവരാൻ പോകുന്ന ഒരു നക്ഷത്രം കൂടിയാണ് പൂരുരുട്ടാതി. ഈ നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾക്ക് പേരും പ്രശസ്തിയും വരാൻ പോകുന്ന ഒരു സമയമാണ് ഈ വർഷം. അതിനാൽ അമ്മയുടെ ദർശനം വളരെയേറെ നിങ്ങൾക്ക് കൂടുതൽ ഗുണങ്ങൾ നൽകുന്ന ഒരു കാര്യം കൂടിയാണ്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഏറെ ഗുണകരമായ ഒരു വർഷമാണിത്. അമ്മയുടെ അനുഗ്രഹം നിങ്ങളിൽ വളരെ രീതിയിൽ തെളിഞ്ഞ് നിങ്ങൾക്ക് പ്രഭാപൂരിതമായി അമ്മയുടെ അനുഗ്രഹം നിങ്ങൾക്ക് ഗുണകരമായി ഫലവത്തായി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സമയമാണ് 2024 ഈ വർഷം. ഈ നാളുകാരുടെ ജീവിതത്തിൽ വളരെ ഉയർച്ചയും തൊഴിൽപരമായി വളരെ ഗുണങ്ങളും അനുഭവയോഗ്യമായി വരുന്ന ഒരു വർഷമാണ് അതിനാൽ തന്നെ പറ്റുകയാണെങ്കിൽ അല്ല, ഒരു അവസരം കണ്ടെത്തി. ഇപ്പോൾ വെക്കേഷൻ ടൈമാണ്, കുട്ടികൾക്കെല്ലാം വെക്കേഷൻ ടൈം ആയതിനാൽ അവർക്കൊപ്പം മാതാപിതാക്കൾക്ക് പോയി ദർശനം നടത്താൻ പറ്റിയ ഒരു സമയമാണ്. നിങ്ങളെ കാത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായ ആഗ്രഹങ്ങൾ അമ്മയുടെ തിരുസന്നിധിയിൽ ചെന്ന് പറയുമ്പോൾ അതിന് അനുഗ്രഹം തന്ന് നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരാൻ, ആവശ്യങ്ങൾ കേൾക്കാനായി കാത്തിരിക്കുകയാണ് മൂകാംബിക അമ്മ. കൊല്ലൂർ ശ്രീ മൂകാംബിക അമ്മ നിങ്ങളെ കാത്തിരിക്കുകയാണ്. പൂരുരുട്ടാതി നക്ഷത്രക്കാർ പറ്റുകയാണെങ്കിൽ, എല്ലാവർക്കും സാമ്പത്തികമായി പല ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ പോലും ഒന്ന് പോകാൻ ശ്രമിക്കുന്നത് നിങ്ങൾക്ക് വളരെയേറെ ഗുണകരമായ അനുഭവങ്ങൾ പ്രദാനം ചെയ്യുമെന്നതിൽ സംശയമേ വേണ്ട. അടുത്തത് വിശാഖം നക്ഷത്രമാണ്. ഇവർക്ക് ദേവിയുടെ അനുഗ്രഹത്താൽ സർവ്വകാര്യ വിജയങ്ങൾ ഉണ്ടാകും. ദീർഘകാലമായി മനസ്സിൽ കൊണ്ടു നടന്ന നിങ്ങളുടെ ആഗ്രഹങ്ങൾ, ഒരുപാട് നാളായി നിങ്ങൾ മനസ്സിൽ ചില ആഗ്രഹങ്ങൾ കൊണ്ട് നടക്കുന്നുണ്ട്. അതിപ്പോൾ നടക്കും, പിന്നെ നടക്കും എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആഗ്രഹം അമ്മയുടെ തിരുസന്നിധിയിൽ ചെന്ന് പ്രാർത്ഥിക്കൂ. നിങ്ങൾ ആഗ്രഹിച്ചതിലേറെ ഭാഗ്യം നിങ്ങൾക്ക്, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചത് ഏറെ ബ്ലെസ്സിങ്സ് അമ്മ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. കൊല്ലൂർ മൂകാംബിക അമ്മ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ആരോഗ്യ സൗഖ്യവും വിജയവും നിങ്ങൾക്കുണ്ടാകുന്നതിനായി വിശാഖം നക്ഷത്രക്കാർ തീർച്ചയായും അമ്മയുടെ തിരുസന്നിധിയിൽ ചെല്ലേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഈ വർഷം കഴിയുകയാണെങ്കിൽ ഒന്ന് പോകണം. ഞാൻ നിർബന്ധിച്ച് പറയുകയല്ല, കാരണം സാമ്പത്തിക സ്ഥിതിയൊക്കെ അതിനനുസരിച്ച് വന്നാൽ മാത്രമേ ഏത് ക്ഷേത്ര ദർശനത്തിനായാലും പോകുവാൻ സാധിക്കൂ. കാരണം കയ്യിൽ പണമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ദൂര ക്ഷേത്രങ്ങളിലേക്ക് ദർശനത്തിന് പോകാൻ പറ്റൂ. എങ്കിൽ പോലും അങ്ങനെ എവിടെ നിന്നെങ്കിലും ഒന്നും പണം സംഭരിച്ച് പോകാനുള്ള ഒരു ശ്രമം നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായാൽ ബാക്കി കാര്യം അമ്മ നോക്കിക്കൊള്ളും. നിങ്ങളുടേതായുള്ള ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു തരാൻ അമ്മ കാത്തിരിക്കുകയാണ്. വിശാഖം നക്ഷത്രക്കാരും ഒന്ന് പോകാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തേണ്ടതാണ്. അടുത്തത് മകം നക്ഷത്രമാണ്. പുതിയ മാറ്റങ്ങൾ വരാൻ പോവുകയാണ്. അമ്മയുടെ തിരുസന്നിധിയിൽ നിന്ന് ചെന്ന് പ്രാർത്ഥിച്ചാൽ പുതിയ മാറ്റങ്ങൾ ജീവിതത്തിൽ സംഭവബഹുലമായ പുതിയ കാര്യങ്ങൾ, സാമ്പത്തികമായി വളരെ മാറ്റങ്ങൾ, നിങ്ങൾക്ക് ഉയർച്ച തരാനായിട്ട് അമ്മ കാത്തിരിക്കുകയാണ്. ആഗ്രഹിച്ച രീതിയിലുള്ള ജീവിതം നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്ന സമയം ഇതെല്ലാം ദേവിയുടെ അനുഗ്രഹം കൊണ്ട് നടക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുന്നതും ഏറെ നല്ല കാര്യമാണ്. എങ്കിൽ പോലും മൂകാംബിക നടയിൽ പോയാൽ നിങ്ങൾക്ക് ഏറെ ഫലങ്ങൾ ലഭിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് മകം നക്ഷത്രക്കാർ പറ്റുമെങ്കിൽ ഈ വർഷം തന്നെ മൂകാംബിക അമ്മയുടെ തിരുസന്നിധിയിൽ തന്നെ ചെന്ന് നിങ്ങളുടെ
ദുഃഖങ്ങളും ദുരിതങ്ങളും പറഞ്ഞ് പ്രാർത്ഥിച്ച് അമ്മയെ കണ്ണ് നിറഞ്ഞ് കണ്ട് മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിക്കാനുള്ള ഒരു ശ്രമം നിങ്ങൾ നടത്തേണ്ടതാണ്. അടുത്തത് പുണർന്ന നക്ഷത്രമാണ്. 2023 അനുഭവിച്ചുകൊണ്ട് നിങ്ങൾ അനുഭവിച്ച ഒരുപാട് ദുഃഖങ്ങളും കഷ്ടപ്പാടുകളും എല്ലാം അമ്മ കണ്ട് ഈ വർഷം നിങ്ങൾക്കായി അമ്മ വളരെയേറെ സൗഭാഗ്യങ്ങൾ പ്രദാനം ചെയ്യാനായി കാത്തിരിക്കുകയാണ്. വിവാഹം, സന്താന യോഗം, ഇവയെല്ലാം നിങ്ങൾക്ക് അമ്മ തരാനായി കാത്തിരിക്കുകയാണ്. ഇത് മൂകാംബിക ദേവിയുടെ അനുഗ്രഹം കൂടിയുണ്ടെങ്കിൽ വളരെയേറെ ഗുണങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാൻ പോവുകയാണ്. നിങ്ങൾ അമ്മയുടെ ദർശനം പറ്റുമെങ്കിൽ ഈ വർഷം ഒന്ന് പോകാൻ ഞാൻ അതേ പറയുകയുള്ളൂ. പറ്റുമെങ്കിൽ ഒന്ന് പോകാൻ ശ്രമിക്കണം. വെക്കേഷൻ ടൈമൊക്കെയാണ് 2024. ഈ വർഷം നിങ്ങളെ അമ്മ കാത്തിരിക്കുകയാണ്. കഴിയുമെങ്കിൽ അമ്മയുടെ തിരുസന്നിധിയിൽ ചെന്ന് നിങ്ങളുടെ മനസ്സറിഞ്ഞ് പ്രാർത്ഥനയാണ് അമ്മയ്ക്ക് വേണ്ടത്. നിങ്ങൾ അമ്മയെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആ തിരുസന്നിധിയിൽ ചെന്ന് അമ്മയെ ഒന്ന് മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിക്കൂ. സർവ്വ ഐശ്വര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകും. അടുത്തത് ചോദ്യ നക്ഷത്രമാണ്. ഇവരെ തേടി സാമ്പത്തികമായി വളരെ നേട്ടങ്ങൾ വരാൻ പോകുന്നത്, കാര്യവിജയങ്ങൾ. ഒരുപാട് നാളായി ജോലിക്ക് അലഞ്ഞു നടന്ന് കയ്യിൽ എല്ലാ സർട്ടിഫിക്കറ്റും ഉണ്ട് എങ്കിൽ പോലും ജോലി കിട്ടാതെ തഴയപ്പെട്ട് നടക്കുന്ന നക്ഷത്രക്കാരെ ഒരുപാട് ആളുകളെ എനിക്കറിയാം. അവർ വിഷമത്തിന്റെ അങ്ങേയറ്റത്തെ ഘട്ടത്തിലാണ് അവരെത്തിയിരിക്കുന്നത്. ക്ഷമയുടെ നെല്ലിപ്പലക പോലും കഴിഞ്ഞ് നിൽക്കുന്ന ഒരു അവസ്ഥയിൽ നിൽക്കുന്ന നക്ഷത്രക്കാരെ ഒരുപാട് കാണുന്നുണ്ട്. അപ്പോൾ അവർ ശുഭകാര്യങ്ങൾ ആണ് ജീവിതത്തിൽ ഇനി വരാൻ പോകുന്നത്. അപ്പോൾ അതിനു മുന്നോടിയായി മൂകാംബിക അമ്മയെ ഒന്ന് കണ്ടു തങ്ങളുടെ ആവലാതികൾ അമ്മയുടെ തിരുസന്നിധിയിൽ ഒന്ന് അർപ്പിച്ചു നോക്കൂ. മാറ്റം കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് ഒരു ചേഞ്ച് ഉണ്ടാവുമെന്ന് കേട്ടില്ലേ? ആ ചേഞ്ചാണ് നിങ്ങളുടെ മുന്നിൽ ഇനി നടക്കാൻ പോകുന്നത്. 2024 തീരുമ്പോൾ നക്ഷത്രക്കാരായ ആളുകൾ സാമ്പത്തികമായി ഒരുപാട് ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ ജോലി സംബന്ധമായ ജോലിക്ക് വേണ്ടി അലഞ്ഞു നടക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഒന്ന് പോയി അമ്മയെ കണ്ടു. എത്രയോ കാശ് നമ്മൾ അനാവശ്യമായി ഓരോ സാധനങ്ങൾ വാങ്ങിക്കാതെ കളയുന്നുണ്ട്. ആ കാശ് എല്ലാം കൂടെ ഒന്ന് ചേർത്ത് വെച്ച് നിങ്ങളുടെ ജീവിതത്തിൻ്റെ സുസ്ഥിരമായ ഒരു ഭാവിക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിൻ്റെ പൂർണ്ണ പ്രകാശത്തോടുകൂടി, പൂർണ്ണ പ്രഭയോടുകൂടി, പൂർണ്ണ ശോഭയോടുകൂടി നിങ്ങൾക്കൊരു ഉജ്ജ്വലമായ ഒരു വിജയവും അല്ലെങ്കിൽ നല്ലൊരു ജീവിതം ലഭിക്കാൻ വേണ്ടിയാണെന്നുള്ള പ്രതീക്ഷയോടുകൂടി അമ്മയുടെ തിരുസന്നിധിയിൽ ചെന്ന് പ്രാർത്ഥിച്ചു നോക്കൂ. ഫലം ഉറപ്പായിരിക്കും. നക്ഷത്രക്കാരുടെ കാര്യമാണ് പറഞ്ഞത്. അടുത്തത് തിരുവോണമാണ്. ഇവർക്കും കഴിഞ്ഞ വർഷം അത്ര നല്ലതായിരുന്നില്ല 2023. എന്നാൽ ഈ വർഷം അമ്മയുടെ അനുഗ്രഹത്താൽ ഒരുപാട് രോഗാവസ്ഥകളിൽ നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്ന വർഷമാണ് 2023. ആ വർഷത്തിൽ നിന്നെല്ലാം അമ്മയുടെ അനുഗ്രഹത്തിൻ്റെ ഫലമായി നിങ്ങൾക്ക് ആ ദുരിതങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി മുന്നോട്ടുള്ള 2024 വർഷമാണ്. അതുകൊണ്ട് പറയുകയാണ്, രോഗാവസ്ഥകൾ കൊണ്ട് മനസ്സ് ഒരുപാട് വ്യാകുലപ്പെട്ട് മനസ്സുകൊണ്ട് ഒരുപാട് വിഷമം അനുഭവിക്കുന്ന, ഒരുപാട് ഡിപ്രഷൻ അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അവരോടുകൂടി പറയുകയാണ്, ഒന്ന് മൂകാംബിക അമ്മ, പ്രായമായ വ്യക്തികളുണ്ട്, അവർക്ക് മക്കളോടൊന്ന് പറഞ്ഞ് കുറച്ച് 2 ദിവസം ലീവ് അല്ലെങ്കിൽ 3 ദിവസം ലീവ് എടുത്ത് ഒരു ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തി നോക്കൂ. ആ മനസ്സിനുണ്ടാകുന്ന ഒരു മാറ്റം നിങ്ങൾക്ക് തന്നെ അറിയാം. ഒരുപാട് രോഗാവസ്ഥകളും ബുദ്ധിമുട്ടുകളും കൊണ്ട് വലഞ്ഞുകൊണ്ടിരുന്ന് മനസ്സുകൊണ്ട് വളരെ തളർന്ന ഓരോ അമ്മമാരെ നമ്മൾക്കറിയാം. അപ്പോൾ അവരൊക്കെ മക്കളുടെ കൂടെ ട്രെയിനകത്ത് ആയാലും പോയി പ്രാർത്ഥിച്ചു നോക്കൂ. നിങ്ങൾക്കുണ്ടാകുന്ന മാറ്റം അത് ഞാൻ പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് എത്രത്തോളം അതിൻ്റെ വ്യാപ്തി മനസ്സിലാകുമെന്ന് എനിക്കറിയില്ല. എനിക്കിത് പറഞ്ഞു തരാനേ പറ്റൂ. ഒന്ന് പോയി അമ്മയെ പ്രാർത്ഥിക്കൂ. എല്ലാ ഭാഗ്യങ്ങളും നിങ്ങൾക്ക് അമ്മ തരുന്നതായിരിക്കും. നന്നായിരിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. അതുകൊണ്ട് ഒന്ന് ചെയ്തു നോക്കൂ. അടുത്തത് ഭരണി നക്ഷത്രമാണ്. ഇവർക്കും 2024 നല്ലൊരു സമയം വരാൻ പോവുകയാണ്. മംഗളകരമായ ഒരുപാട് നേട്ടങ്ങളും, സ്വപ്നതുല്യമായ ഒരു നേട്ടം എന്നൊക്കെ പറയാം. അതായത് സ്വപ്നം പോലും കാണാൻ പറ്റാത്ത ഒരു കാര്യം നമ്മുടെ കൈക്കുമ്പിളിൽ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലേക്ക് എത്തുകയാണ്. അങ്ങനെ ഒരു മാറ്റമാണ് വരാൻ പോകുന്നത്. എല്ലാറ്റിനും അമ്മയുടെ അനുഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മൂകാംബിക ക്ഷേത്രത്തിൽ പോയി തൊഴുന്നത് ഏറെ നല്ലതാണെന്നും, അമ്മ നിങ്ങളെ കാണാൻ അല്ലെങ്കിൽ നിങ്ങളെ കൺകുളിർക്കുക, നമ്മുടെ അമ്മയാണ്, മക്കളായ നമ്മളെ കാണാൻ അമ്മ കാത്തിരിക്കുകയാണ്. പോയി ഒന്ന് ദർശനം നടത്തുക. അമ്മയോട് തൻ്റെ ആവലാതികൾ, മനസ്സിലുള്ള ആകുലതകൾ, വിഷമങ്ങൾ, ഭാവിയെക്കുറിച്ചുള്ള നമ്മുടെ സങ്കടങ്ങൾ, വിഷമങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് അമ്മയോടൊന്ന് പ്രാർത്ഥിച്ചു നോക്കൂ. ഉറപ്പായി ഒരു മാറ്റം ഉണ്ടാകുന്നതായിരിക്കും. ഏവർക്കും മൂകാംബിക അമ്മയുടെ ഐശ്വര്യം ഉണ്ടാകട്ടെ, ഭാഗ്യമുണ്ടാകട്ടെ. നിങ്ങൾക്ക് തുടരെയുള്ള വീഡിയോകൾ നൽകാനായി എനിക്കും ഐശ്വര്യവും ഭാഗ്യവും ദൈവത്തിൻ്റെ കൃപാകടാക്ഷവും എല്ലാം എനിക്കും ഉണ്ടാകട്ടെ. നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോഴല്ലേ നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു മാറ്റം നമ്മൾക്ക് ഏവർക്കും ഉണ്ടാകുന്നത്. അതുകൊണ്ട് പറയുകയാണ്, അമ്മയെ പോയി ഒന്ന് ദർശനം നടത്താൻ ശ്രമിക്കണം ഏവരും. അതായത് പ്രായമായ അമ്മമാരും ഒന്ന് പോയി ദർശനം നടത്തും. നിങ്ങൾക്ക് ചില ആളുകളുണ്ട്, അസുഖങ്ങളില്ലെങ്കിൽ പോലും മാനസികമായി ചെറിയ അസുഖങ്ങളെ വലുതാക്കി മാനസികമായി തളർന്നിരിക്കുന്ന ചില ആളുകളുണ്ട്. അവർക്കെല്ലാം ഒരു മാറ്റം ആ തിരുനടയിൽ ചെന്ന് അമ്മയോട് പ്രാർത്ഥിക്കുമ്പോൾ പുതിയൊരു ചേഞ്ച് നിങ്ങൾക്ക് ഉണ്ടാകുന്നതായി അനുഭവിച്ചറിയാം. അമ്മമാരും പെങ്ങന്മാരും ഏവരോടും ഞാൻ പറയുകയാണ്, ഈ നക്ഷത്രക്കാർ പ്രത്യേകിച്ച് ഒന്ന് പോയി അമ്മയെ ദർശനം നടത്തും. ഒരു നല്ല മാറ്റം, നല്ലൊരു ചേഞ്ച് ഏവർക്കും ഉണ്ടാകും.
നന്നായിരിക്കും, സമാധാനമായിരിക്കും, ഐശ്വര്യം ഉണ്ടാകട്ടെ. നമസ്കാരം.